കോഴിക്കോട് താമരശ്ശേരിയിൽ അതിക്രൂരമായ കൊലപാതകം. അത് മയക്കുമരുന്നിനടിമയായ മകൻ ആഷിഖ് തൻ്റെ അമ്മ അർബുദത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്ന സുബൈദയെ വെട്ടിക്കൊന്നുവെന്ന വാർത്തയായിരുന്നു അത്. 53-കാരിയായ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുക. ആഷിഖിനെ ചെറുപ്പത്തിലെ പിതാവ് ഉപേക്ഷിച്ചു പോയതാണ്. പിന്നീട് സുബൈദ കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണ് ആ അമ്മയുടെ ജീവനെടുത്തത്. താമരശ്ശേരി കൈതപ്പൊയിലാണ് നാടിന് നടുക്കിയ ക്രൂര കൊലപാതകം. മയക്കുമരുന്നിനടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെ മാതാവിനെ കാണാൻ എത്തിയപ്പോഴാണ് കൊലപാതകം. ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുബൈദ. ഇവിടെ എത്തിയാണ് ആഷിഖ് കൊല നടത്തിയത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് കൊടുവാൾ വാങ്ങിയ ആഷിഖ് കൃത്യം നടത്തുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടിയാണ് പോലീസിൽ ഏൽപ്പിച്ചത്. രാവിലെ ജോലിക്ക് പോയ സുബൈദയുടെ സഹോദരി ഷക്കീലെ അയൽക്കാരാണ് സംഭവം അറിയിച്ചത്. ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ നേരം വെളുത്ത് പോയപ്പോൾ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് ഇവൽക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോൾ വീട്ടിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്, സക്കീനെ ഓടി വന്ന് പറഞ്ഞപ്പോഴത്തേനും 2 വാതിലും കുറ്റിയിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സുബൈദയുടെ മൃതദേഹം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 24 കോഴിക്കോട്.